എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പറയും. ആരുടെ അനുവാദം ചോദിക്കാറില്ല. ഒരുപക്ഷെ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. നാടകം എന്നിൽ ഒരുപാട് തിരുത്തിക്കുറിക്കലുകൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് ആശയങ്ങൾ നൽകിയിട്ടുണ്ട്, എനിക്ക് ആഹാരവും നൽകിയിട്ടുണ്ട്. നാടകം സമൂഹത്തിന്റെ ആവശ്യമാണ്. സമൂഹത്തെ രൂപപ്പെടുത്തുവാനും നേർവഴിക്ക് നയിക്കുവാനും നാടകം എന്ന കലയ്ക്ക് വളരെയധികം സാധിച്ചിട്ടുണ്ട്. മുൻ റഷ്യൻ ഭരണകൂടം നിലനിന്നിരുന്നത് നാടക സാഹിത്യത്തിലൂടെയും നാടകങ്ങളിലൂടെയുമായിരുന്നു. നമ്മുടെ ഭരണകൂടങ്ങൾക്കും നാടകം വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് KPSC എന്ന നാടക സമിതി അവതരിപ്പിച്ചിരുന്ന നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ജനങ്ങളിലേക്ക് വളരെയേറെ വിപ്ലവീര്യം കൊടുത്തിട്ടുണ്ട്. നാടകത്തിന്റെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ചിരുന്ന കലാകാരന്മാരോടൊപ്പം എന്റെ 60 വർഷത്തെ ജീവിതാനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വിശുദ്ധന്റെ വിലാപം. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം വിശുദ്ധന്മാർക്ക് എന്തിന് വിലാപമുണ്ട്, അവർക്ക് വിലപിക്കേണ്ട കാര്യം എന്താണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വിശുദ്ധന്മാരെ കുറിച്ച് നിങ്ങൾക്കൊരു ചിന്തയുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിശുദ്ധന്മാർക്ക് അല്ലലില്ല, അലച്ചിലില്ല, കുറ്റങ്ങളില്ല, കുറവുകളില്ല, ഒന്നും അവർക്കില്ല. പക്ഷേ അവർ ദൈവത്തിന്റെ അടുത്ത് സ്വർഗരാജ്യത്ത് തന്നെ കഴിയുന്നവരല്ലേ, അവരെന്തിനു വേണ്ടി വിലപിക്കണം എന്ന് അവർക്ക് ആവശ്യങ്ങളൊന്നുമില്ല. എന്നാൽ അവരെ വിശ്വസിച്ച് കഴിയുന്ന ഭക്തജനങ്ങളുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞ് ദൈവത്തോട് റെക്കമെൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് വിശുദ്ധന്മാരുടെ ഉദ്ദേശം. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു വിശുദ്ധനെ കുറിച്ചല്ല. പിന്നെയോ ഒരു അഭിനവ വിശുദ്ധൻ. അഭിനവ വിശുദ്ധൻ എന്ന് പറഞ്ഞിരുന്നാലേ ഒരു നാടകത്തിൽ ഒരു വിശുദ്ധന്റെ വേഷം ചെയ്യുന്ന വ്യക്തിയെ കുറിച്ചുള്ള സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. AD 52 മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ വന്നു. അങ്ങോട്ടോ ഇങ്ങോട്ടോ സഞ്ചരിച്ചു, വചനപ്രഘോഷണങ്ങൾ നടത്തി. പക്ഷേ ആ സമയത്ത് പലരെയും ആകർഷിച്ചു, ക്രിസ്തുമതത്തിൽ ചേർത്തു. 7 പള്ളികൾ സ്ഥാപിച്ചു. 7 പള്ളികൾ എന്ന് പറഞ്ഞിരുന്നാൽ കേരളത്തിലായിരുന്നു 7 പള്ളി. പിന്നെ അരപ്പള്ളി എവിടെയാണെന്ന് വെച്ചാൽ അരപ്പള്ളിയൊക്കെ തമിഴ്നാട്ടിലുമായിരുന്നു. 7 പള്ളികൾ സ്ഥാപിച്ചു. അങ്ങനെ പലരെയും ചെയ്ത് മതം മാറ്റി കൊണ്ടുപോകുന്നൊക്കെ പോയി. ഒടുവിൽ മൈലാപ്പൂരി എന്ന് ശത്രുക്കൾ അദ്ദേഹത്തെ കൊന്നു. ഇതാണല്ലോ നമ്മുടെ ചരിത്രം. ആ ചരിത്രം AD 52 ചരിത്രത്തിന്റെ ഒരു ആവിഷ്കരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ വരവിന്റെ ജൂബിലി ആഘോഷിക്കുന്നു. സഭയും ദേവാലയങ്ങളും ഒക്കെ ഇവിടെ ജൂബിലി ആഘോഷിക്കുന്ന സമയമായിരുന്നു 1973. ആ 73 പലയിടത്തും പല കലാപരിപാടികളും ഒക്കെ നടത്തുന്നുള്ള ജൂബിലി പ്രമാണിച്ച്. അങ്ങനെ വന്നപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഒരു നാടക സമിതി, പഴയകാല നാടക സമിതി ഉണ്ടായിരുന്നു, കേരള ഡ്രമാറ്റിക് ക്ലബ്ബ്. ആ ക്ലബ്ബ് ഒരു നാടകം, സെന്റ് തോമസിന്റെ ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. ഈ നാടക സമിതിയെ കുറിച്ച് പറഞ്ഞിരുന്നാൽ പഴയകാല നാടക സമിതി കേരളത്തിലെ ആദ്യത്തെ നാടക സമിതികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന നാടക സമിതി ആയിരുന്നു കേരള ഡ്രമാറ്റിക് ക്ലബ്ബ്. ആ ക്ലബ്ബ് അന്ന് അവതരിപ്പിച്ചിരുന്ന നാടകം എന്ന് പറഞ്ഞ തൈക്കാട്ടുശ്ശേരിയുടെ ആരുടെ തെറ്റെന്ന നാടകത്തിലായിരുന്നു അന്ന് തുടങ്ങിയത്. 1952 അതേ നാടക സമിതി 1973 ഇതേ തൈക്കാട്ടുശ്ശേരി ചേർന്നിട്ട് തന്നെ സെന്റ് തോമസ് എന്ന നാടകം എടുത്ത് അവതരിപ്പിക്കുകയായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സെന്റ് തോമസ് എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ട്, നടന്മാരുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ പോലും
ഈ സെന്റ് തോമസിന് പറ്റിയ ഒരു നടനെ ആവശ്യമായിരുന്നു. അതിനുവേണ്ടി ഇങ്ങനെ അന്വേഷണങ്ങൾ നടത്തി വന്നപ്പോൾ ഉണ്ട് ഭക്തന്മാരുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ചില രൂപങ്ങളില്ലേ, ആ രൂപത്തിനനുസൃതമായ ഒരു വ്യക്തിയെ തന്നെ കണ്ടുപിടിക്കണമായിരുന്നു. അന്വേഷിച്ചു പിടിച്ചു വന്നപ്പോൾ ചേർത്തലക്കാരൻ S.J. അദ്ദേഹം അതിനാപ്റ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് S.J. കുറിച്ച് ഒന്ന് പറയാം. നമ്മുടെ മരിച്ചുപോയ സിനിമാ നടൻ രാജൻ P. ദേവിന്റെ പിതാവാണ് S.J. S.J. പഴയ കലാകാരനായിരുന്നു. S.J. സഹോദരങ്ങൾ എന്ന് പറഞ്ഞിരുന്ന അവർ 3 പേരുണ്ടായിരുന്നു. ആപ്പ, കുട്ടപ്പൻ, ദേവ്. ഇവര് 3 പേര് കൂടി അന്ന് പഴയ കാലത്ത് അവർക്ക് ചേർത്തല പ്രദേശ് എന്ന പേരിൽ ഒരു ബാൻഡ് സെറ്റും ഉണ്ടായിരുന്നു. അത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ദേവച്ചൻ നാടകത്തിൽ പോകുമായിരുന്നു. ഇങ്ങനെ കഴിയുന്ന സമയത്ത് ദേവച്ചനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് മറ്റൊന്ന് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ദേവച്ചൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. കുട്ടിയമ്മ. ഈ കുട്ടിയമ്മയ്ക്കും കലാപാരമ്പര്യമുണ്ട്. പഴയകാല സിനിമ നടിയാണ് കുട്ടിയമ്മ. നിർമ്മല കുട്ടിയമ്മ എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയമ്മയെ കുറിച്ച് അറിയത്തുള്ളൂ. അങ്ങനെ ദേവച്ചൻ കുട്ടിയമ്മയെ വിവാഹം കഴിച്ചു. അവർക്ക് 2 മക്കളുണ്ടായി, രാജൻ, റാണി. രാജൻ, റാണി 2 മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദേവച്ചന്റെ നാടക സമിതി ചേർത്തലയിൽ സ്വന്തമായിട്ട് തുടങ്ങി. രാജാറാണി തീ അത് കുറച്ചു നാളെ അവതരിപ്പിച്ചിരുന്നു. എങ്കിലും അതൊന്നും പച്ചപിടിച്ചു പോയില്ല. അതുകൊണ്ട് വീണ്ടും ദേവച്ചൻ പല നാടക സമിതികളിലായിട്ട് അഭിനയിച്ചു. അതിൽ കൂടുതലും കലാനിലയത്തിന്റെ നാടകങ്ങളായിരുന്നു. സ്ഥിരം നാടകവേദിയിൽ ദേവച്ചൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് മറ്റൊരു സംഭവം, ഇതിൽ തന്നെ അഭിനയിക്കുന്ന മറ്റൊരാളുണ്ട്. കലാനിലയത്തിൽ നിന്ന് വന്ന ചങ്ങനാശ്ശേരി നടരാജൻ. ചങ്ങനാശ്ശേരി നടരാജനും ദേവച്ചനും തമ്മിലുള്ള ബന്ധമെന്ന് വെച്ചിരുന്നാല് നടരാജനെ കലാനിലയത്തിൽ ചേർത്തത് പോലും ദേവച്ചനായിരുന്നു. അതുകൊണ്ട് ഏത് കാര്യത്തിൽ നടരാജനും ദേവച്ചനുമായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. എന്ത് കാര്യങ്ങളും അവർ പരസ്പരം തുറന്നു പറയുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ദേവച്ചനെ നമ്മുടെ ഈ നാടകത്തിലെ സെന്റ് തോമസ് ആയിട്ട് സെലക്ട് ചെയ്യുകയും അങ്ങനെ അതോടൊപ്പം തന്നെ നടരാജനും കൂടെ ഉണ്ടായിരുന്നു. കലാനിലയത്തിൽ നിന്ന് വന്ന നടരാജനെയും കൊണ്ടുവന്നു. കലാനിലയത്തിൽ തന്നെ ഉണ്ടായിരുന്ന അവിടുത്തെ സെറ്റിംഗ്സ് വർക്കിന്റെ മേൽനോട്ടം വഹിച്ചിരുന്ന തൃപ്പൂണിത്തറ രാജപ്പനും ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തറ രാജപ്പനും ഒന്നുണ്ടായിരുന്നു. ഈ രാജപ്പൻ ചേട്ടനായിരുന്നു അതിനകത്തുള്ള ക്രിസ്തുവിന്റെ വേഷം ചെയ്തുകൊണ്ടിരുന്നത്. വളരെ സുന്ദരമായ രീതിയിൽ ക്രിസ്തുവിന്റെ വേഷം ചെയ്യുമായിരുന്ന തൃപ്പൂണിത്തറ രാജപ്പൻ ചേട്ടൻ. ഇവരൊക്കെ ഈ സെന്റ് തോമസിൽ അഭിനയിക്കുന്നുണ്ട്. ഈ സെന്റ് തോമസ് നാടകം റിഹേഴ്സൽ തുടങ്ങി. റിഹേഴ്സൽ നടന്നത് എവിടെയാണെന്ന് അറിയാവോ? അത് മറ്റൊരു ചരിത്രം പറയാനുള്ള. റിഹേഴ്സൽ നടത്തുന്നത് എവിടെയാണെന്നറിയാം. പണ്ട് തെക്കമ്പൂർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന കൊട്ടാരമില്ലേ, നീരാഴി കൊട്ടാരം. നമ്മുടെ കാവിലമ്പലത്തിന്റെ തൊട്ടു പുറകുവശത്തിരിക്കുന്ന നീരാഴി കൊട്ടാരമേ, ചരിത്ര പ്രാധാന്യമുള്ള കൊട്ടാരമല്ലേ. ആ കൊട്ടാരമായിരുന്നു. കൊട്ടാരം തെരഞ്ഞെടുക്കാൻ, റിഹേഴ്സലിന് വേണ്ടി തെരഞ്ഞെടുക്കാനായിട്ട് എങ്ങനെ സാധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കൊട്ടാരം ഗവൺമെന്റിന്റെ അധീനതയിൽ നിന്നെല്ലാം വിട്ട് പിന്നീട് അവിടെ ചെറിയാൻ വക്കീലും കുടുംബമായിരുന്നു താമസിച്ചിരുന്നത്. ചെറിയാൻ വക്കീലും കുടുംബം അവിടെ താമസിക്കുന്ന കാലത്തായിരുന്നു ഇത്. പക്ഷെ ഈ കേരളാട്ടമാരികളും അപ്പച്ചൻ ചെറിയാൻ വക്കീലിന്റെ പഴയ ഗുമസ്തനും കൂടിയായിരുന്നു. അന്ന് വീടും ഓഫീസും എല്ലാം ഈ നീരാഴി കൊട്ടാരത്തിൽ തന്നെയായിരുന്നു. പിന്നെ നീരാഴി കൊട്ടാരം കേസ് കളിച്ചാൽ ഇവർക്ക് സ്വന്തമായിട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ വളരെയധികം സ്വാതന്ത്ര്യമുണ്ട്. അപ്പച്ചൻ റിഹേഴ്സലിന് വേണ്ടി ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും കൊടുക്കും. അതിനുള്ള സൗകര്യവും അവിടെ ഉണ്ടല്ലോ. അങ്ങനെ വന്ന് നീരാഴി കൊട്ടാരം അതിനുവേണ്ടി സെലക്ട് ചെയ്തു. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. റിഹേഴ്സൽ ചെയ്യാൻ ഒരു വലിയ ഹോളുണ്ട്. സൈഡിൽ വടക്ക് വശത്തായിട്ട് ഒരു മുറി. അപ്പം മറ്റുള്ളവരെല്ലാം ചങ്ങനാശ്ശേരിക്കാരായതുകൊണ്ട് ദേവച്ചന് താമസിക്കാൻ ഒരു മുറി, തെക്കുവശത്തുള്ള ഒരു മുറി സ്ത്രീജനങ്ങൾക്ക് താമസിക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തു. പിന്നെ രാജപ്പൻ ചേട്ടൻ കിടക്കുന്നതോ റിഹേഴ്സൽ ചെയ്യുന്ന ഹോളിൽ ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ രാജപ്പൻ ചേട്ടൻ കിടക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് റിഹേഴ്സൽ നടന്നു. ഏതാണ്ട് ഒരു 5-10 ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ പിന്നെ നേരത്തെ റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ ചെല്ലുമായിരുന്നു, അല്ലാതെ താമസിക്കത്തില്ല ഒരിക്കലും. എനിക്കത് നിർബന്ധമുള്ള കാര്യമായിരുന്നു. ഞാനൊരു ദിവസം റിഹേഴ്സൽ ക്യാമ്പിലേക്ക് വരുമ്പോൾ, അല്പം നേരത്തെയാണ് വരുമ്പോൾ, ഒച്ചയും ബഹളവും കേൾക്കാം. ഞാനിങ്ങനെ കാതു കൊടുത്തു, എന്താ ഇവിടെ ബഹളം നടക്കുന്ന അറിയാൻ മേലാതെ. ഈ സ്ത്രീകള്, നടികളും ഈ ദേവച്ചനും കൂടെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും ബഹളവുക. നിങ്ങളാരും കണ്ടില്ലേ? പിന്നെ ഞാൻ എന്നെ ഇവിടെ പോയി അന്വേഷിക്കും? ഒരു സാധനം ഒരിടത്ത് വെച്ചിരുന്നാൽ കാണത്തില്ല. നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ സംഗതി അല്ലെങ്കിൽ പിന്നെന്തിനും നിങ്ങൾ എടുക്കുന്നു. ദേവച്ചായ ഞങ്ങൾ കണ്ടിട്ടില്ല.
ഞങ്ങളൊന്നും എടുത്തിട്ടില്ല, ഞങ്ങൾക്ക് ദേവച്ചാൻ്റെ ഒരു സാധനവും വേണ്ട. പിന്നെ എവിടെ പോയി എനിക്കറിയാൻ മേല. ഞാൻ ചേർത്തലേന്ന് കൊണ്ടുവന്ന സാധനമാണ്, കുട്ടിയൊന്നും അവിടെ നിന്ന് തന്നുവിട്ട സാധനമാണ്. ഇതിപ്പോ ഇല്ലാതെ എനിക്കൊന്നും പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യും? ഇതാ ഞാൻ കാണുന്നതും കേൾക്കുന്നതും. ദേവച്ചായ എന്നാ പറ്റി? ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ദേവച്ചായ എന്താ കാര്യമുണ്ട്, എന്താന്ന് പറ. ഓ കാര്യം എന്നാ പറയാനെ, എനിക്ക് അത്യാവശ്യത്തിന് കൊണ്ടുവന്ന സാധനം അതൊന്നും ഇല്ലാതില്ല, എന്നെ കൊണ്ട് റിയേഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ കണ്ടവരും കേട്ടവരും ഒന്നുമില്ല. അദ്ദേഹം ഒന്ന് കരയുകയാണ് ചെയ്തത്. കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി, ആ മുറി അടച്ചു. ഈ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ മുറിയിലേക്ക് പോയി, അവരും മുറി അടച്ചു. ചുണ്ണ ഹൃദയനായിട്ട് ഞാൻ ഈ നിൽക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാകുന്നുമില്ല.